കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. സാംസങ്ങിൻ്റെ ഒരു കിഡിലൻ മിഡ് റേഞ്ച് ഫോൺ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കുറച്ച് ന്യൂസസ് ലീക്കായിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുറകിൽ തന്നെ 4 ക്യാമറാസുമായിട്ടാണ് അത്ര സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ടെക് മലയാളത്തിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ജർമ്മൻ വെബ്സൈറ്റ് ആയിട്ടുള്ള ഓൾ അബൌട്ട് സാംസങ് എന്ന് പറയുന്ന സൈറ്റിലാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. സാംസങ്ങിൻ്റെ ഫോൺ എത്തുന്നു എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ഫീച്ചറാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ലോകത്തെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്യാമറാസ്, നിലവിൽ 3 ക്യാമറ ഉള്ള ഫോൺ ഉണ്ട്, അത് നമുക്കറിയാം. പക്ഷേ 3 ക്യാമറയല്ല, 4 ക്യാമറ ഒരു സൈഡിൽ ആയിട്ടാണ് സാംസങ് എത്തുന്നത്. അപ്പോൾ ക്യാമറയുടെ ഡീറ്റെയിൽസ് ഉണ്ട് പറയാൻ, അതുപോലെ തന്നെ ഫോണിൻ്റെ മറ്റ് ചില ഡീറ്റെയിൽസും പുറത്ത് വന്നിട്ടുണ്ട്. പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 660 അല്ലെങ്കിൽ A9s ആയിരിക്കും പ്രോസസ്സർ ഉണ്ടായിരിക്കുക. 6GB റാമും 128GB ഇൻറ്റേർണലും ഉണ്ടായിരിക്കും. SD കാർഡിന് സെപ്പറേറ്റ് സ്ലോട്ട് ഉണ്ടായിരിക്കും. 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്ന 2 ഡ്യുവൽ സിംസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി കുറേ നമുക്കറിയാവുന്ന കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. 6.28 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. 3720 mAh ബാറ്ററിയാണ് ഫോണിനുള്ളത്. അതേപോലെ അതിൻ്റെ ഫോട്ടോ ഇപ്പോൾ ലീക്കായാൽ പുറകിൽ 4 ക്യാമറാസും പിന്നെ താഴെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ്ങും അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാണുന്നുണ്ട്. ഇനി ക്യാമറയുടെ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4 ക്യാമറാസിൽ മെയിൻ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 24 മെഗാ പിക്സൽ ആയിരിക്കും. അതിന് 1.7 അപ്പേച്ചറാണ് ഉള്ളത്. പിന്നെ 5 മെഗാ പിക്സൽ വരുന്ന ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. അപ്പേച്ചർ 2.2 ആണ് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. 2.4 ആണ് അതിൻ്റെ അപ്പേച്ചർ. അതുകൂടാതെ 10 മെഗാ പിക്സലിൻ്റെ 2x ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു ക്യാമറയും കൂടി വരുന്നുണ്ട്. 2.4 ആണ് അതിൻ്റെ അപ്പേച്ചർ. ഒരു സൈഡിൽ തന്നെ 4 ക്യാമറാസ് വരുന്നത് കൊണ്ട് ഈ ഒരു ഫോണിൽ തന്നെ നമുക്ക് പോർട്രേറ്റ് മോഡോ നോർമലോ അല്ലെങ്കിൽ ടെലിഫോട്ടോയോ വൈഡോ സൂമോ അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോസോ എടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതയായിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 8.1 ഓറിയോയിലാണ് ഫോൺ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ OS അതാണ് വരുന്നത്. സാംസങ് കുറച്ച് മുന്നേ ആണ് സാംസങ്ങിൻ്റെ A7 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ, ഗാലക്സി A7 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ കൊണ്ടുവന്നത്. അത് 3 ക്യാമറ ഒരു സൈഡിൽ, ബാക്ക് സൈഡിൽ 3 ക്യാമറാസ് വരുന്ന ഒരു ടെക്നോളജി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. 24 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും പിന്നെ 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ ക്യാമറയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാംസങ് പൊതുവേ നല്ല റേറ്റുള്ള, ബ്രാൻഡ് വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ നല്ല റേറ്റിലാണ് ഫോൺസ് ഇറക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഈ ഒരു A7 വന്നത് 24,000 പ്രൈസിങ്ങിലാണ്. 3 ക്യാമറയുണ്ട്, അതുപോലെ കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളാണ് ഫോണിലുള്ളത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇറങ്ങാനിരിക്കുന്ന A9s എന്ന് പറഞ്ഞ മോഡലും ഒരു മിഡ് റേഞ്ച് ഫോൺ ആവാനാണ് സാധ്യത എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറങ്ങാനിരിക്കുന്ന ഫോണിന് സ്നാപ്ഡ്രാഗൺ 660 ആണ് പ്രോസസ്സർ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ പ്രൈസ് ഒന്നുള്ള ഫോൺ ആവാൻ സാധ്യതയില്ല. ഇൻറ്റേർണൽസും അതുപോലെ റാമും നോക്കുമ്പോൾ 6GB റാമും 128GB ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ഉള്ളൊരു ഫോൺ ആവാനാണ് സാധ്യത. എനിവേയ്സ്, ഇപ്പോൾ ക്യാമറയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, അതുപോലെ സാംസങ് ബ്രാൻഡ് ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ മാസം തന്നെ അൺവെയിലിംഗ് ആൻഡ് ഫങ്ഷൻസ് ഒക്കെ നടക്കും എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒഫീഷ്യലായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന വേണം. എനിവേയ്സ്, ഇത് ഹിറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു ഫോണാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ന്യൂസസ് ആൻഡ് ടിപ്സ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടെക് മലയാളം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് കൂടുതൽ വീഡിയോസ് അതിൻ്റെ അകത്തുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.